ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ചൊരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിങ് ചെയ്യാമെന്ന് വിചാരിച്ച് പോവുക. നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുക. നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പോൾ ദുബൈയിലെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിൽ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹത്തയിലുള്ള സുഹൈല ലേക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ടെൻറ്റും കാര്യമെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഡിക്കിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ നമ്മുടെ അടുത്ത് ലൈറ്റും കാര്യമൊന്നുമില്ല. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു ചൂടാനും നമുക്കൊരു വൈബ് കിട്ടൂല. അപ്പോൾ അതെല്ലാം വാങ്ങേണ്ടിയിട്ട് ഓളെ റൂമിൻ്റെ അടുത്തായിട്ട് ഈ ഒരു ഗിഫ്റ്റ് സെൻറ്റർ വരുന്നുണ്ട്. ഇത് രാത്രി 3 മണി വരെ എല്ലാം ഉണ്ടാവും. അങ്ങനെ ഓള് ഉച്ചാനും കൂടി അത് വാങ്ങാൻ വേണ്ടി പോയിക്കാം. ഞാൻ ചോദിച്ചത് ഓലെ വെയിറ്റ് ചെയ്തിട്ട് കാലിൽ പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പിൽ എമിനും അയ്മനും നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ ലേറ്റായി. ഇനിയിപ്പോൾ അവിടെ പോയി ചിക്കനെല്ലാം ചുട്ടിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റാകും. അപ്പോൾ വിശന്നിരിക്കണ്ട എന്നുള്ളതിൽ പഴയെല്ലാം കൊടുത്തിട്ട് മക്കൾ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു സാധനം വാങ്ങി വന്ന് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ദുബൈയിൽ നിന്നൊരു 1-1.5 മണിക്കൂറിൻ്റെ ട്രാവലിങ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാ? അസ്സലാമലൈക്കും അല്ലേ? മോസ്ക് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കണ്ടിരിക്കാനും ബോറായിരിക്കും. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് ട്രാവൽ വീഡിയോ ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിതാ ഹത്തയിലേക്ക് എത്തി. ഇനി സുഹൈല ലേക്കിലേക്ക് പോകണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലൈമറ്റും കാര്യം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്പോട്ട് കിട്ടുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ ഭാഗ്യത്തിന് അവിടെ ഒരു ഹട്ട് കിട്ടി. ഇവിടെ ഓൾറെഡി ഹട്ടും കാര്യമുണ്ട്, പക്ഷെ അതൊന്നും കിട്ടുന്നു ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹട്ടിൽ നിന്ന് ഒരു ഫാമിലി ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഇതും ലൈക്കിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കച്ചറയും കാര്യമുണ്ട്, അത് ക്ലീൻ ചെയ്തിട്ട് നിലത്ത് വിരിക്കാനുള്ള ഒരു മാറ്റെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം പിരിച്ച് സെറ്റാക്കണം. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് ഇനി ടെൻറ്റും കാര്യമെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന. നമ്മുടെ അടുത്ത് 2 ടെൻ്റ് ഉണ്ട്, പക്ഷേ തൽക്കാലം ഒരു ടെൻറ്റ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുക്കെല്ലാം ചെയ്യേണ്ടതുകൊണ്ട് ഒരു ടെൻറ്റ് നമ്മൾ പുറത്താണ് വെച്ചത്. എല്ലാം നമ്മൾ ചുടലും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഉറങ്ങാവുന്ന ടൈമിൽ ഒരു ടെൻറ്റും കൂടി അകത്ത് വെക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ നല്ല തണുപ്പും കാര്യമാണ്. കാരണം ഈ ഒരു ലൈക്കിൻ്റെ ചുറ്റുമായിട്ട് മൗണ്ടൻസാണ് വരുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ലൈക്കും ഈ ടെൻ്റ് അടിക്കാനുള്ള ഈ ഒരു സ്പേസെല്ലാം വരുന്നത്. അപ്പോൾ നല്ല തണുപ്പും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഒരു സ്വെറ്ററെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതവിടെ ഒരു ടെൻ്റെല്ലാം കെട്ടി. പിന്നെ അതിൻ്റെ ഉള്ള കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഓള റൂമിൽ ഉള്ള ഒരു ലൈറ്റായത് ചെറിയൊരു ഫെയറി ലൈറ്റ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞല്ല ഫസ്റ്റ് നമ്മൾ ഇതിന് മുന്നും ടെൻ്റ് എടുക്കാൻ പോയ സമയത്ത് ഫെയറി ലൈറ്റെല്ലാം കൊണ്ടുപോയാൽ മതി, കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എടുക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട്. പക്ഷേങ്കിൽ ഇപ്രാവശ്യവും അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയും മറന്നുപോയി. നമ്മളെ കയ്യിലുണ്ടേനും ഫെയറി ലൈറ്റെല്ലാം, പക്ഷേങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അങ്ങനെ അതിൻ്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഓൾ റൂമിൽ ഓൾറെഡി ഉണ്ടായ ഈ ഒരു സാധനം എടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ അയ്മൻ്റോട് ഉള്ളിൽ അത് വെക്കാനെല്ലാം പറയുന്നുണ്ട്. എന്നാലൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ പുതപ്പെല്ലാം പിരിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്. എത്ര പ്ലാൻ ചെയ്താലും എന്തെങ്കിലും ഒരു സാധനം വിട്ടു എന്ന് പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള സാധനം പില്ലോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പുതപ്പും കാര്യമെല്ലാം എക്സ്ട്രാ എടുത്തിന്, പക്ഷേ പില്ലോ എടുത്തിട്ടില്ല. പില്ലോ ഇല്ലാണ്ട് കിടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ഒരു രസവും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പില്ലോ എടുത്തിട്ടില്ല. ഒരു സങ്കടത്തിലാണുള്ളത്. അങ്ങനെ പുതപ്പും കാര്യമെല്ലാം സെറ്റാക്കിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് കിടത്തുന്നുണ്ട്. പിന്നെ മക്കളെയും ഉള്ളിൽ കിടത്താമല്ലോ, കാരണം നല്ല തണുപ്പും കാര്യം ഉള്ളതുകൊണ്ട് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കിടത്താം. ആ ടൈമിൽ പുറത്തുനിന്ന് ചൂടാന്നെല്ലാം വിചാരിച്ചിട്ടുള്ള ടെന്റിന്റെ അടുത്താണ് ഇത് നമ്മൾ തന്നെ നിങ്ങളത് പൊട്ടിച്ചിട്ടില്ല. ഇതുപോലെ
ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ചുടണം, അതിന് മുന്നേ കണൽ സെറ്റാക്കണം, അങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങണം. നമ്മളിവിടെ ഈ ഒരു പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഏകദേശം ഭക്ഷണമെല്ലാം കഴിച്ച് കുറേ ആൾക്കാർ പാട്ടെല്ലാം വെച്ചിട്ട് റിലാക്സ് ചെയ്യുന്ന, കുറേ ആൾക്കാർ ഉറങ്ങി. നമ്മളിവിടുന്ന് ചൂടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് എമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് വാങ്ങിന്. അപ്പോൾ എമിന് ഞാനിങ്ങനെ ചോറ് കൊടുക്കുന്ന, ഇവരിവിടെ ഇത് കത്തിച്ച് നല്ല കണലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന. ഇത് നല്ലോണം കത്തിക്കഴിഞ്ഞിട്ട് അത് കണലായാലേ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുമോ. അങ്ങനെ ഇവർ ഇവിടുന്ന് ഉഷാറായിട്ട് വീശി കത്തിക്കാൻ നോക്കുന്നുണ്ട്. ചിക്കന് നമ്മൾ ഓൾറെഡി മസാല വരയ്ക്കുക ചിക്കൻ വാങ്ങിയിട്ട് തന്നെ പറഞ്ഞ് വാങ്ങിക്കുക ചെയ്തത്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ മസാല ആക്കുക എന്നുള്ളത് മക്കളെയും കൊണ്ട് ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് മസാല എല്ലാം വരയ്ക്കുക ചിക്കനാണ് വാങ്ങിയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചുടേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുബൂസ് ആണെങ്കിലും അമ്മൂസ് ആണെങ്കിലും എല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചിന്. ഇനിയിപ്പോൾ ചിക്കൻ വന്നിട്ട് കഴിക്കണം. അപ്പോഴത്തേക്കന്നെ ലേറ്റായി, നമ്മൾ മാത്രമേ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടേനു. അപ്പോഴത്തേക്ക് അയാന ഉറങ്ങി, ഐമനും യൂനും അവിടെ കിടന്നൊക്കെയുണ്ട്. അങ്ങനെ ടോസൊന്നും ലേക്കിനടിച്ച ഈ വീഡിയോ കാണിക്കണ്ടിട്ടാ. ലേക്കിലടിക്ക് ആ കാണാനാണ് ലേക്ക്. രാവിലെ കാണാം. ഇവിടെ എന്തോ ഉണ്ട്, രാവിലെ നോക്കണം. അവിടെ എന്തോ ഇങ്ങനെ കാണിച്ചതാ, രാവിലെ നോക്കണം. അവിടെ എന്തോ ഉണ്ട്. അത് ഈ ചിക്കൻ കരിഞ്ഞു തോന്നുന്നു. മറിച്ചത് കരിഞ്ഞ് മറിച്ചത് നിന്റെ പേര് വരച്ചു ആയില്ലേ? മണ്ണല്ല മറ്റേ കറി. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി കഴിക്കാൻ വേണ്ടി പോകണം. കാറിൽ പോയിട്ട് പ്ലേറ്റും ഗ്ലാസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കാറിലേക്ക് പോയി. ഇനി കഴിക്കണം. അപ്പോഴത്തേക്ക് നല്ല വിശക്കാനെല്ലാം തുടങ്ങി. സമയം കുറേ ആയതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ട്. അങ്ങനെ വേഗം സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചിക്കന്, ഹമ്മൂസ്, കുബൂസ്, മയോണീസ്, പിന്നെ സലാഡായിട്ട് നല്ല മാങ്ങ ഉപ്പും മുളക് ഇട്ടത് നമ്മൾ വാങ്ങി ജസ്റ്റ് സലാഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇരുന്ന് അടിപൊളിയായിട്ട് കഴിച്ച്, ഐമനും വന്നിരുന്ന് കഴിച്ച്. പിന്നെ എമിന് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എമിനെ അങ്ങനെ കൊടുത്തിട്ടില്ല. എമിന് അപ്പോഴത്തേക്ക് കിടന്നിനാട. അങ്ങനെ ഫുഡ് അടിയും കാര്യമെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമെല്ലാം നമ്മൾ ഉള്ള ആ തീയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. യൂനുസും മക്കളും അവിടെ കിടന്ന്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതെല്ലാം കഴിച്ച് വെക്കുന്നുണ്ട് നമ്മൾ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാത്റൂം എല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ ബാത്റൂം ഇല്ല എന്നല്ല, ബാത്റൂം ഉണ്ട്. ഒരുപാടില്ലെങ്കിലും സൗകര്യമുള്ള ബാത്റൂം ഉണ്ട്. പക്ഷേങ്കിൽ ആ ബാത്റൂമിന് ടൈമിംഗ് കൊടുത്ത് രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെ. അപ്പോൾ രാവിലെ 10 മണി വരെ ഇപ്പം മൂത്രമായി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും രാവിലെ വരെ അത് ടൈം വെച്ച് വരുന്നൊരു സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ ആ ബാത്റൂമിന് ടൈമിംഗ് കൊടുത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നി. പിന്നെ നമ്മൾ അതിനായിട്ട് കരുതി വരണം. സെപ്പറേറ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ടെൻറ്റും കാര്യമെല്ലാം കരുതണം. അതിപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരൊന്നും ഈ ഒരു ടൈമിങ്ങും കാര്യം അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി കിട്ടും. അപ്പോൾ അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ക്യാമ്പിങ്ങിന് വരുന്ന ടൈമിൽ ബാത്റൂം ഇപ്പോൾ എല്ലാ ടൈമിലും ബാത്റൂം ഉണ്ടാകുന്നതാണ് നമുക്ക് ക്യാമ്പിങ്ങിന് കൂടുതൽ സൗകര്യം. ഇല്ലെങ്കിൽ ശരിക്കും പെട്ടുപോകും. അങ്ങനെ അതാ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് അടി ഇതെല്ലാം കഴിഞ്ഞ് യൂനു മക്കളവിടെ കിടന്ന് ചായക്കാട വെച്ച് ചായ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇറങ്ങി നടന്ന് നിങ്ങൾ ബാത്റൂം തപ്പി പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം തിളച്ച് അങ്ങനെ ചായപ്പൊടിയെല്ലാം ഇട്ട് നമ്മൾ ചായയെല്ലാം ആക്കി ചായ കുടിച്ച് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും ഇതിൻ്റെ ശരിക്കുള്ള ഭംഗിയും ഇതിൻ്റെ ചുറ്റും എന്തെല്ലാം ഉള്ളതൊന്നും കാണാൻ പറ്റിക്കില്ല. അടുത്ത് ഫാമുകാർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കോഴി കൂവലായിരുന്നു.
കോഴി കൂവിയിട്ട് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നി കോഴീൻ്റെ കൂവൽ. പിന്നെ പില്ലവും എടുത്തിക്കില്ല. അങ്ങനെ ഉറക്കം ഭയങ്കര അലമ്പേനു. നമ്മളെ ഹട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സൺറൈസ് വരുന്നത്. പക്ഷേങ്കിൽ കിടത്തം അലമ്പായത് കൊണ്ട് തന്നെ എണീക്കാൻ പറ്റിയിട്ടില്ല. എണീക്കാനല്ല, ഉറങ്ങുമ്പോൾ തന്നെ 5 മണി ആ ഒരു ടൈമായിക്കുണ്ട്. അതുകൊണ്ട് ഞാനും ബാക്കിലൊന്നും എണീച്ചിട്ടില്ല. ഇച്ചാനാണെങ്കിൽ തീരെ ഉറങ്ങിക്കില്ല. അതുകൊണ്ട് ഇച്ചാനിക്ക് നല്ല അടിപൊളിയായിട്ട് സൺറൈസ് കാണാനും വീഡിയോ എടുക്കാനും എല്ലാം പറ്റി. അതുകൊണ്ട് എനിക്ക് ഇതിലിപ്പോൾ യൂസാക്കാനും പറ്റി. പക്ഷേ സത്യം പറഞ്ഞാൽ മിസ്സായി, എണീക്കേണ്ടതായിരുന്നു. പക്ഷെ രാത്രി അലമ്പായതുകൊണ്ട് രാവിലെ എണീക്കാനും പറ്റിയിട്ടില്ല. ഒരു 7 മണി 7:15 അങ്ങനെ ആയപ്പോൾ ഞാനും ബാക്കിയുള്ള ആൾക്കാരെല്ലാം എണീച്ച്. പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി എന്നിട്ട് മെല്ലെ പോകാമെന്നുള്ള പ്ലാനിലല്ല നിന്നത്. പക്ഷേ ഇവിടെ വന്ന ടൈമിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ പ്രശ്നം മനസ്സിലായത്. രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവും എന്നുള്ളതെല്ലാം. അപ്പോൾ ഇതുപോലെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായ കാര്യമല്ല. അപ്പോൾ ഇവിടെ ഹൈക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഹൈക്കിംഗ് എല്ലാം ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ ഒരു ടൈമിങ് വലിയ പ്രശ്നമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കാനുള്ള പ്ലാനില്ല. ടെൻ്റെല്ലാം എടുത്ത് തിരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഇവിടുത്തെ വ്യൂ പക്ഷെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല അത്ര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. കാരണം ചുറ്റും മൗണ്ടൻസാണ് വരുന്നത്. അപ്പം നേരെ മുന്നിൽ തന്നെ സൺറൈസ് വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിട്ടെന്താ ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ഒരുപാട് സമയം ഇതുപോലെ നേരത്തെ എണീക്കുന്നതാണെങ്കിൽ ഒരുപാട് സമയം അവിടെ നിൽക്കാനോ എൻജോയ് ചെയ്യാനോ പറ്റൂല. അങ്ങനെ ഇനിയിപ്പം നമ്മളിതാ നമ്മുടെ ടെൻറ്റും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് തിരിച്ചിട്ട് പോകുന്ന. ഇവിടെ ഹോഴ്സ് റൈഡിങ് എല്ലാം ഉണ്ട്. നമ്മൾ ഇത്ര പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഇങ്ങനെ ഹോഴ്സ് റൈഡിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നലെ ഒരു ടെൻറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഒരു ടൈപ്പ് ടെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒന്നിനാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ഡ്രസ് ചേഞ്ചിങ്ങിനെല്ലാം ഈ ഒരു ടൈപ്പ് ടെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മളെപ്പോലെ ഇതുപോലെ അറിയാണ്ട് ടൈമിംഗ് ഒന്നും അറിയാണ്ട് വരുന്ന പോലെ ഇതുപോലെ പെട്ടു നോക്കാറുള്ളൂ. അറിയുന്ന ആൾക്കാർ ഇതുപോലെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറേ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പായ എടുക്കാൻ മറന്നു അല്ലേ ഇവിടുന്ന് ഇവിടെ അങ്ങനെ നമ്മൾ ടെൻറ്റും കാര്യമെല്ലാം ഏകദേശം നമ്മൾ സെറ്റാക്കി ബ്ലാങ്കറ്റായാലും എല്ലാം നമ്മൾ തിരിച്ച് കാറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ്. അതുപോലെ തന്നെ നമ്മൾ ക്യാമ്പിങ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവിടെ വൃത്തികേടാക്കാണ്ട് നമ്മൾ വൃത്തികേടാക്കിയ സ്ഥലങ്ങൾ നമ്മൾ തന്നെ വൃത്തിയാക്കി വരുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ. അങ്ങനെ നമ്മളെല്ലാം ഫുള്ള് സെറ്റാക്കി നമ്മൾ തിരിച്ച് ഇറങ്ങി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.